അംഗൻവാടിയിൽ പ്രീ സ്കൂളിനായി ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യം ചില ടീച്ചിങ് മെറ്റീരിയലുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായി മാർക്കർ പെന്നുകൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ നല്ലൊരു ശേഖരം തന്നെ നമ്മളുടെ കയ്യിലുണ്ട്. മാർക്കർ പെന്ന്, സ്കെച്ച് പെന്ന് ഒക്കെയുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് വിവിധ പ്രവർത്തനങ്ങൾ നൽകുമ്പോൾ നമുക്ക് വളരെ ഉപകാരപ്രദവും ആകർഷണീയവുമാണ്. കുഞ്ഞു ബോക്സിൽ പെൻസിലുകൾ ചെറുതായി മുറിച്ച് നമ്മൾ സൂക്ഷിച്ചിരിക്കുകയാണ്. വലിയ പെൻസിൽ കൊടുക്കാതെ ചെറിയ പെൻസിൽ നമ്മൾ കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ സൂക്ഷ്മപേശി വികാസത്തിന് ഒന്നുകൂടെ ഉപകാരപ്രദമാകുവാൻ വേണ്ടിയാണ്. പിന്നെ കുട്ടികൾക്ക് യഥേഷ്ടം വരയ്ക്കാനും നിറം നൽകുന്നതിനും വേണ്ടി ക്രയോണുകൾ സൂക്ഷിച്ചിരിക്കുന്നു. പ്രത്യേകം പാത്രങ്ങളിലായിട്ടാണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു പസിൽ ബോക്സ് തന്നെയാണ്. വിവിധ ടീമുകൾക്കനുസരിച്ച് വ്യത്യസ്തമായ പസിലുകൾ ഉണ്ടാക്കി നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് പസിൽ വർക്ക് കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിന് വളരെ അത്യാവശ്യമായ ഒരു ആക്ടിവിറ്റിയാണ്. വ്യക്തികൾക്കനുസരിച്ച് വിവിധങ്ങളായ പസിലുകൾ നമ്മൾ ഉണ്ടാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം, പല നിറങ്ങളിലുള്ള കല്ലുകളാണ്. കുട്ടികൾക്ക് ഒരുപാട് ആകർഷണീയതയുള്ളതാണ് നിറങ്ങൾ. നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ, കളിപ്രവർത്തനങ്ങളും പഠന പ്രവർത്തനങ്ങളും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകാൻ കഴിയും. അടുത്തത് പല നിറത്തിലുള്ള പേപ്പറുകളാണ്. നമുക്ക് തീം പ്രവർത്തനങ്ങൾക്ക് ഈ പേപ്പറുകൾ വളരെ ഉപകാരപ്രദമാണ്. ഇത് സാധാരണ വെള്ള പേപ്പറാണ്. ഇതിൽ നമ്മൾ കുട്ടികൾക്ക് പല ഷേപ്പിൽ മുറിച്ചു കൊടുത്ത് പലവിധ ആക്ടിവിറ്റികൾ നൽകുന്നതിന് വേണ്ടി വൈറ്റ് പേപ്പർ നമുക്ക് നിർബന്ധമാണ്. ഇത് നിങ്ങൾക്ക് കാണാം, ഗിഫ്റ്റ് പേപ്പറുകളുടെ ഒരു കളക്ഷനാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരു മുട്ടായി ആവാം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രോത്സാഹനം കൊടുക്കുന്ന സമയത്ത് ഒരു സമ്മാന പൊതിയായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു പേപ്പറുകളിൽ സമ്മാന പേപ്പറുകളിൽ പൊതിഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് വളരെ സന്തോഷമായിരിക്കും. അതിലുപരിയായിട്ട് നമ്മൾ ആൽബം പോലുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അത് അലങ്കരിക്കാനും മറ്റ് പല പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. ഇതിനുമേറെ കൗതുകമുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതിൽ ഞാൻ അരിമണിയാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ 2 വലിപ്പത്തിലുള്ള മുത്തുകൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ ചെറിയ കല്ലുകളും ഇതിൽ കുറച്ച് ചെറുപയറുമാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ മഞ്ചാടിക്കുരു, ഇതിൽ തീരെ ചെറിയ മുത്തുകളാണ്. ഇതിലും മുത്തുകളാണ്. അത് വ്യത്യസ്ത ഷേപ്പിലുള്ളത്, വ്യത്യസ്ത വലിപ്പത്തിലുള്ളതാണ്. ഇനി കുഞ്ഞുങ്ങൾ ഒഴിവാക്കി അവർ വീട്ടിൽ ഉപയോഗിക്കാത്ത കുറച്ച് വളകൾ ശേഖരിച്ച് വെച്ചിട്ട് ഞാൻ പീസി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. താളാത്മകമായ ചലനങ്ങളും താളാത്മകമായ ശബ്ദങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കിയതാണ്. ഇതിലും വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കണ്ടെത്താൻ കഴിയും. തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ നമ്മളൊരു 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള
ശബ്ദങ്ങളൊക്കെ കേൾപ്പിച്ച് അവരുടെ ബുദ്ധി വികാസത്തിനു പരമാവധി ശ്രദ്ധിക്കണം.